വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലിവിയ ലൈഫ് നന്ദു. അപ്പോൾ ഞാൻ എങ്ങോട്ടാണ് നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും. ഇന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രേയയുടെ ചേച്ചിയുടെ മാരേജ് ആണ്. അപ്പോൾ കുറേ നാളിന് ശേഷം എല്ലാവരും ഒന്ന് മീറ്റ് ചെയ്യുന്നൊരു ഫംഗ്ഷൻ ആണ്. അപ്പോൾ നല്ല എക്സൈറ്റഡ് ഒക്കെയാണ്. ഇപ്പം ഞാൻ നിൽക്കുന്നത് എൻ്റെ വേറൊരു ബെസ്റ്റ് ഫ്രണ്ട് അശ്വതി എൻ്റെ വീട്ടിൽ വന്നിട്ടാണ് റെഡി ആയിട്ട് പോകുന്നത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവർക്ക് വേണ്ടി ഞാനിങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ആദ്യം വേറെ ഏതോ വഴി കൂടെ ഒക്കെ പോയി. അപ്പം ഞാൻ പിന്നെ വിളിച്ചൊക്കെ പറഞ്ഞ് കറക്റ്റായിട്ട് ഇവിടെ എത്തിച്ചിട്ടുണ്ട്. ഹലോ. അപ്പോൾ നമ്മൾ ആദ്യത്തെ അംഗം വന്നിട്ടുണ്ട്. കെട്ടിട്ടുണ്ട് റൂബി. ഒരുങ്ങിയിട്ട് അല്ലെങ്കിൽ ഒരുങ്ങുന്നതിന്റെ ഇടയ്ക്ക് കാണിച്ചു തരാം. അതെ അതെ, രണ്ട് വാക്ക് പറയാം. നിന്നെ പറ്റിയാണോ? എന്നെ കുറിച്ച് ഇദ്ദേഹം വലിയൊരു കോടീശ്വരനാണ്. അതെ അതെ, അംബാനിക്കൊപ്പം പണക്കാരനാണ്. അംബാനിയേക്കാൾ ഇത്തവണത്തെ ഇയറിലെ കണക്ക് നോക്കിയപ്പോഴല്ലേ. അതെ അതെ, അംബാനിയേക്കാൾ മേലെ പണക്കാരൻ. നന്ദന വളരെ നല്ല കുട്ടിയാണ്. അതെ, എന്റെ മുടിയെത്താൻ പോകുന്ന നന്ദനയാണ്. അതെ, പാവപ്പെട്ടവരുടെ കാണപ്പെട്ട ദൈവമാണ്. ഞങ്ങൾ പാവങ്ങളുടെ കാണപ്പെട്ട ദൈവമാണ് പാപ്പിക്കുന്നത്. ഞങ്ങളുടെ ജീവനാണ്, ജീവന്റെ ജീവനാണ്. ഒന്ന് പറയാൻ കണ്ണിൽ ഉണ്ണിയാണ്. തള്ള കൊളാക്കും. കണ്ണിൽ ഉണ്ണിയല്ല, കണ്ണിൽ ഉണ്ടമ്പുരി. നമുക്കിത് കഴിഞ്ഞിട്ട് ഒന്ന് കാണാൻ ഇവിടെ കെട്ടിക്കൊണ്ടിരിക്കുമ്പോഴും കാണാൻ നീരജ എടുത്തോ. അവിടെ ഉണ്ടെങ്കിൽ നീരജയും കൂടെ കാണിച്ചു. നീരജ ഹലോ ഹലോ ഗായ്സ്. അപ്പം നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് പോവുകയാണ്. മേക്കപ്പ് കുറച്ച് കൂടുതലാണ്. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിൽ ഇവിടെ വെട്ടത്തിനടുത്തേക്ക് ഇവിടെ ബാക്കിലോട്ടേക്ക് ശരിയായില്ലേ? ഇപ്പൊ ഓക്കെ. അപ്പൊ നമ്മൾ കല്യാണത്തിന് പോകാനായിട്ട് പോവാണ്. പോയിട്ട് വരാം ഗൈസ്. മുടിയൊക്കെ സ്ട്രൈറ്റ് ഒക്കെ ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും കല്യാണത്തിന് പോയിട്ട് വരാം. പോകുന്ന വഴി ഞങ്ങൾ കാണിച്ചു തരാം ഗൈസ്. സമയത്തോട്ട് ഓക്കെ ബൈ. കല്യാണത്തിന് പോകാനായിട്ട് പോവാണ്. അച്ഛനമ്മ വേറെ കല്യാണത്തിന് പോവാ. ഞാൻ വീട്ടില. എനിക്ക് വേറെ ഇനിയെങ്കിലും നിനക്കൊന്ന് കരഞ്ഞൂടെ? ഒരു തുള്ളി കണ്ണീരെങ്കിലും പുറത്തു വരട്ടെ. നീ ഉള്ളി പൊട്ടി കരയണം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നീരജ കല്യാണത്തിന് പോകുന്നില്ല, ഞങ്ങൾ മാത്രമേ കല്യാണത്തിന് പോകുന്നു. അച്ഛാ വേഗം വാ, സമയം ലേറ്റ് ആയി കഴിച്ചു. മിക്കവാറും കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങളടുത്തും സംഭവം കോമഡി. ഞങ്ങളാണ് ഈ കല്യാണ മണ്ഡപത്തിൽ നിന്ന് അവരുടെ ചെറുക്കനെയും വേണ്ട വീട്ടുകാരെക്കാളും അടുത്ത്. എന്നിട്ട് ഞങ്ങൾ എത്തിയില്ല. അതാണ് ഏറ്റവും വലിയ. അതെ, ഏറ്റവും അടുത്തുള്ളവരല്ലേ പോവില്ല. അതെ, അപ്പൊ നമുക്ക് എന്താണെങ്കിലും സമയമില്ല. അങ്ങനെ ഫൈനലി കുറെ നേരത്തിന് ശേഷം ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തി ഗൈസ്. അവിടെ എത്തിയപ്പോഴത്തേക്കും ചെറുക്കനെ സ്വീകരിക്കുന്നതിൻ്റെ എന്തൊക്കെയോ പ്രൊസീജിയേഴ്സ് ഒക്കെ നടക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനെ അവിടെ എല്ലാവരും കൂടെ കണ്ടപ്പോൾ അകത്ത് കയറണോ പുറത്ത് നിൽക്കണോ എന്ന് അറിയാൻ വയ്യാതെ ഞങ്ങളിങ്ങനെ ഡൗട്ട് അടിച്ച് അവിടെ നിൽക്കുമായിരുന്നു. അപ്പോൾ അശ്വതി പറഞ്ഞു ശ്രേയെ വിളിച്ചു നോക്കാമെന്ന്. ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് ശ്രേയെ വിളിച്ചാൽ എടുക്കത്തില്ലെന്ന് ഞാൻ അവളോട് പറഞ്ഞതാണ്. പക്ഷേ അശ്വതിക്ക് വാശി വിളിച്ചേ പറ്റത്തോളെന്ന്. അശ്വതി വിളിച്ചു, സ്വാഭാവികം ശ്രേയ എടുത്തില്ല. പിന്നെ നമ്മൾ വിചാരിച്ചു ഇനിയിപ്പോൾ ലേറ്റ് ആക്കാതെ വേഗം അകത്തോട്ട് കയറാമെന്ന്. ഇതായിരുന്നു നമ്മുടെ ഓഡിറ്റോറിയം. അവിടെ ഞങ്ങളുടെ ഫ്രണ്ട്സിനെ ഒന്നും ഞങ്ങൾ ആ സമയത്ത് കണ്ടില്ല. ഞങ്ങളുടെ മെയിൻ ഉദ്ദേശം ശ്രേയ എങ്ങനെയും കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു. ഞാനും അശ്വതിയും ശ്രേയയും കൂടെ കൂടിക്കഴിഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫുൾ ട്രോളാണ്. സാധാരണ ശ്രേയയാണ് ഇങ്ങോട്ട് ട്രോളാറ്. അപ്പോൾ ഈ കല്യാണം ഞങ്ങൾക്ക് വീണിട്ടൊരു സിറ്റുവേഷനാണ് ശ്രേയ അവിടെ ഇരുന്ന് ട്രോളാൻ. അപ്പോൾ ഞാനും അശ്വതിയും കൂടെ അവിടെ ഇരുന്ന് ഫുൾ ശ്രേയ അങ്ങനെ ഇരിക്കുന്നു ഇങ്ങനെ ഇരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഫുൾ ട്രോളായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കല്യാണത്തിന് തിരക്കിനിടയ്ക്ക് അവൾക്ക് ഞങ്ങളെ മൈൻഡ് ചെയ്യാനൊന്നും സമയം കാണത്തില്ലെന്ന്. അതുപോലെ തന്നെ സംഭവിച്ച് ഞങ്ങൾ ഓരോ വട്ടം അവൾ ഞങ്ങളെ പാസ് ചെയ്ത് പോകുമ്പോഴും മൈൻഡ് ചെയ്യാത്തപ്പോൾ ഞങ്ങൾ എണ്ണിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതാ ഒന്നേ. പിന്നെ ഞങ്ങൾ സ്വീകരണം കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും അടുത്തൊരു ഫ്രണ്ടിനെ കണ്ടുമുട്ടി ഗൈസ്. അതാണ് മയൂക. മയൂകയ്ക്ക് ക്യാമറ കണ്ടപ്പോഴത്തേക്കും ഇമോഷണലായി പറയാൻ വാക്കുകൾ കിട്ടുന്നുണ്ടായിരുന്നില്ല ഗൈസ്. അതിനുശേഷം ഞങ്ങൾ സ്വീകരണം കാണാൻ എന്ന വ്യാജേനെ ജ്യൂസ് കുടിക്കാൻ പോയപ്പോഴാണ് അവിടെ വെച്ച് ഞങ്ങളുടെ അടുത്തൊരു ഫ്രണ്ടിനെ കണ്ടത്. നമുക്ക് അടുത്ത ആളെ കിട്ടിയിട്ടുണ്ട് ഗൈസ്. എന്തൊക്കെയാണ് വിശേഷം? അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴത്തേക്കും സ്വീകരണമൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഞങ്ങൾ അകത്ത് പോയി സീറ്റ് കണ്ടുപിടിച്ചങ്ങിരുന്നു. ഇതിൻ്റെ എല്ലാവരും ഹായ് മാത്രം എന്നല്ലേ നിങ്ങളിപ്പോൾ ആലോചിക്കുന്നത്? വേറെ എന്ത് പറയാനാണ് ഗൈസ് ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്നിട്ട്? അതുകൊണ്ട് വീണ്ടും കുറച്ചേരം നമുക്ക് ശ്രേയ ട്രോളാം.
ഭയങ്കര തിരക്കാട്ടോ. അത് ഭയങ്കര തിരക്കുണ്ട്. മോനെ അതാ ഗൈസ് ഞങ്ങൾ കാത്തിരുന്ന ശ്രേയയുടെ രണ്ടാം വരവ്. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവേ. 1 eternity later. Two 2,000 years later. So much later that the old narrator got tired of waiting and they had to hire a new one. അങ്ങനെ ഫൈനലി ശ്രേയെ കണ്ടു കിട്ടി ഗൈസ്. ഞങ്ങളുടെ ജീവിതം ധന്യമായി. കല്യാണപ്പെണ്ണിനെ അനിയത്തി ഇതാണ് നമ്മുടെ കല്യാണ പെണ്ണ്. അപ്പൊ നമുക്കിനി ചടങ്ങുകളിലോട്ട് പോയാലോ? പാട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് അവിടെ ഫോട്ടോ എടുക്കുന്ന സമയം. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് പോയി. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അപ്പോൾ പോയില്ലെങ്കിൽ പിന്നെ ഫോട്ടോ എടുക്കാനേ പറ്റത്തില്ലായിരുന്നു. എന്തൊരു ആറ്റിറ്റ്യൂഡായിരുന്നു. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. പേടിയായി. ചിരിച്ചില്ലടി. ചേച്ചിയുടെയും ചേട്ടൻ്റെയും കൂടെ ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങളുടെ ഗിഫ്റ്റ് കൊടുത്തു. ഇതായിരുന്നു ഞങ്ങൾ ഗിഫ്റ്റായിട്ട് കൊടുത്തിരുന്നത്. ഈ ഒരു ഫോട്ടോ ഫ്രെയിം ആയിരുന്നു. അപ്പോൾ ഇതേപോലെയുള്ള പോർട്രേറ്റ്സ് വരച്ച് വേണ്ടവരെ എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ. അതിൻ്റെ കൂടെ ചെറുതായിട്ടൊരു പ്രൊമോഷൻ. എനിക്കും കഞ്ഞി കുടിക്കാൻ. പിന്നെ ഞങ്ങൾ അതൊക്കെ കഴിഞ്ഞ് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് ഞങ്ങളിങ്ങനെ കൊല്ലംകാരെ പപ്പടം വെച്ച് ട്രോളുന്നതിൻ്റെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് വിഷമിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അശ്വതി എന്തിനാണ് ആ വെച്ചതെന്ന് എനിക്കും അറിയത്തില്ല, അവളുമാർക്കും അറിയത്തില്ല. പിന്നെ ഒരു ഓളം ആയിക്കോട്ടെ എന്ന് കരുതി. ഇനിയാണ് നമ്മുടെ മെയിനായിട്ടുള്ള കാര്യം പറയാൻ പോകുന്നത്. ഞങ്ങളുടെ ബാക്കി ഫ്രണ്ട്സ് എല്ലാവരും പോയി. ഞാനും ശിവപ്രഭയും മാത്രം അവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ 3 ഫ്രണ്ട്സ് ഉണ്ട്. ഈ ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൽപ്പെട്ട ആൾക്കാർ തന്നെയാണ്. അതിനകത്ത് ഒരാൾ കിടന്ന് ഉറങ്ങിപ്പോയി. അപ്പം അവൻ ഉറങ്ങിപ്പോയതുകൊണ്ട് ബാക്കിയുള്ളവർക്കും വരാൻ പറ്റിയില്ല. എന്നിട്ട് ഇപ്പം വിളിച്ചിട്ട് ചോദിക്കുകയാണ്, കല്യാണം കഴിഞ്ഞു, സദ്യയും കഴിയാറായി. അപ്പം വിളിച്ചിട്ട് അവൻ ചോദിക്കുക ഇനി വന്നാൽ മതിയോ എന്ന്. അപ്പോൾ ഞങ്ങൾ കുഴപ്പമില്ല ഇനി വന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ആ 3 പേര് വരുന്നുണ്ട്. എന്നിട്ട് വന്നിട്ട് നമുക്കിനി ബാക്കി കാണിച്ചു തരാം ഗൈസ്. ഇവനാണ് ഗൈസ് ഒരു കല്യാണമായിട്ട് ഇത്രയും നേരം കിടന്നുറങ്ങി. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പോഴേക്കും നമ്മുടെ കല്യാണ പെണ്ണും കല്യാണ ചെറുക്കനും ഒക്കെ ഇറങ്ങാനായിട്ട് സമയമായപ്പോൾ ഞങ്ങൾ അത് കാണാനായിട്ട് അവിടെ നിൽക്കുമായിരുന്നു. ക്യാമറ ചേട്ടൻ ശ്രേയ ഇപ്പം കരയും വിചാരിച്ച് കുറേ നേരമായിട്ട് പുറകെ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ശ്രേയ സ്ട്രോങ് ആണ്. അവൾ കരഞ്ഞില്ല ഗൈസ്. എന്തിനാണ് നീ കരയിപ്പിച്ചത്? എന്നിട്ട് നീ കരഞ്ഞോ? അറിയാമോ? പിന്നെ
പിന്നെ ഞങ്ങൾ കുറച്ച് നേരം സംസാരിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. നല്ലൊരു ദിവസമായിരുന്നു. ഒരുപാട് സംസാരിച്ചു, ഒരുപാട് ചിരിച്ചു. ഇപ്പം ഞങ്ങൾ തിരിച്ചു പോവാണ്. അമിത്തിൻ്റെ കാറിലാണ് പോകുന്നത്. അമിത്തും ഞാനും ജലദർശവും ഉണ്ട്. ഓക്കെ, ബൈ 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 ബൈ. ശരി. അങ്ങനെ എല്ലാവരോടും ബായൊക്കെ പറഞ്ഞാൽ തിരിച്ച് നടക്കുകയാണ്. അങ്ങനെ നമ്മൾ വീട്ടിൽ തിരിച്ചെത്തി. ആ കമ്മ ഉരുട്ടപ്പോൾ തന്നെ എന്തൊരാശ്വാസം. നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഇവിടെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാൻ. അതിലേക്ക് എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.